സമരവേദിയിൽ ഐക്യദാർഢ്യവുമായി KRLCCയും കോട്ടപ്പുറം രൂപതയും വരാപ്പുഴ അതിരൂപതയും. ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രസ്ഥാനത്തെയും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. വിജയം നേടുന്നതുവരെ മുന്നോട്ട് തന്നെയായിരിക്കും. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകില്ലെന്നും മുനമ്പം കളപ്പുറം വേളാങ്കണ്ണി മാതാ പാരിഷ് ഹാളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് പറഞ്ഞു. അറിവില്ലായ്മ അത് നമ്മുടെ ഒരു പോരായ്മയായി കാണാതെ ഈ മക്കളെ സഹായിക്കുവാനായിട്ട് എല്ലാ ബോഡികളും, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, ഒപ്പം മാധ്യമപ്രവർത്തകരായ നിങ്ങളും ചിലപ്പോൾ മറ്റു രീതിയിലുള്ള വാർത്തകൾ കെട്ടിച്ചമക്കാതെ യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്തുവാനായിട്ട് കൂടെ നിൽക്കണമെന്നും നിങ്ങൾ ഇത്രയും നാളിൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും സേവനത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സത്യം മുന്നോട്ട് കൊണ്ടുവരുവാനും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാനും നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മുനമ്പത്തെ ചേർത്ത് പിടിച്ച് വഖഫ് അമെൻഡ്മെന്റ് ആക്ട് സാധൂകരിച്ച കേന്ദ്ര ഗവൺമെന്റ് 3 ആഴ്ചകൾക്കുള്ളിൽ പരിഗണിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കുവാൻ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തയ്യാറാക്കി പാർലമെന്റ് വിളിച്ചുകൂട്ടി ഇരു സഭകളിലും പാസ്സാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിനോട് പറയുവാനായിട്ട് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിട്ടുള്ള ഔദ്യോഗിക രേഖകൾ, അത് വെളിപ്പെടുത്തുന്ന സത്യം, അത് സർക്കാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അത് ടേം ഓഫ് റെഫറൻസ്, ശാശ്വത പരിഹാരമാണ്. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഈ മക്കൾക്ക് കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഇത് തങ്ങളുടെ അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകളും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കമ്മീഷൻ വെച്ചത്. ആ യഥാർത്ഥത്തിലുള്ള സത്യത്തിൻ്റെ രേഖകൾ മാത്രം കൊണ്ടുവന്നുകൊണ്ട് ഇവർക്ക് വേണ്ടതായ പരിഹാര നടപടികൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നും ഈ രേഖകൾ വഖഫ് ട്രൈബ്യൂണൽ എത്തിക്കുവാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വിധത്തിലും അതിന് ബ്ലോക്ക് വരാവുന്ന രീതിയിൽ കോടതി വഴിയോ മറ്റേത് വിധത്തിലും ബ്ലോക്ക് വരാതെ ഇത് ശരിയായ പാതയിലേക്ക് പോയിക്കൊണ്ട് ട്രൈബ്യൂണലിൽ നിന്നും, വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും, അതുപോലെ ഹൈക്കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ കിട്ടേണ്ടതായ എല്ലാ അവകാശം കിട്ടണമെന്ന് ഇത്തരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് വഖഫിൻ്റെ ആ അമെൻഡ്മെന്റ് സെക്ഷൻ 2A നടപ്പിലാക്കുവാനായിട്ട് 3 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞത്, അത് നടപ്പിലാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി എന്ന് പറഞ്ഞാൽ 108B ചട്ടങ്ങൾ തയ്യാറാക്കണം. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് 2 സഭകളിലും പാസ്സാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഫറൂഖ് കോളേജ് അത് ട്രസ്റ്റ് ആണെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ ഡീഡ് അനുസരിച്ചുള്ള രീതിയിലുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മൾ ഈ ചെയ്ത കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിച്ച് തരുവാനുള്ള എല്ലാ തീർപ്പുകളും ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇത്ര മാത്രമുള്ളൂ. ഈ 2 സഭകൾ പാസ്സാക്കുവാൻ വേണ്ടിയുള്ള ചട്ടങ്ങൾ ഇനിയും തയ്യാറായോ? അപ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുവാനും ചട്ടങ്ങൾ തയ്യാറാക്കാനും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണം. ഇനി നമ്മുടെ ഭൂസംരക്ഷണ സമിതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും സെബാസ്റ്റ്യൻ ചേട്ടനും ബെന്നിയും ഉൾക്കൊള്ളുന്ന ഈ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് അവർ എന്തുകൊണ്ട് ഒറിജിനൽ അപ്പീലിന് പോയില്ല എന്നുള്ളൊരു ചോദ്യം പലരുടെ ഇടയിലുണ്ടായിരുന്നു. അത് അങ്ങനെ ഒറിജിനൽ അപ്പീലിന് പോയി കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നീണ്ടുപോകും എന്നുള്ള കാരണം കൊണ്ടാണ് അവരത് കക്ഷി ചേർന്നത്. ആയതിനാൽ ഇപ്പോഴും അവർ ചേർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല 1950 അതിന് മുൻപുമുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളും കൊടുത്തുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഇത് അല്ല എന്ന്, നമ്മുടെ ഭൂമി നമ്മുടെ സ്വന്തമാണെന്നുള്ള തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അത് കൊടുക്കുവാനും മുന്നോട്ട് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വഖഫ് ഭൂമി സംരക്ഷണത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും സെബാസ്റ്റ്യൻ ചേട്ടനും
ബെന്നിക്കും അതുപോലെ ചേർന്ന് നിൽക്കുന്ന ഓരോ ദിവസവും ഇവിടെ ഇരുന്ന് സമരപന്തലിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് സ്നേഹത്തോടെയുള്ള ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് അതിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകും. കാരണം നമ്മളുടെ പ്രത്യേകിച്ച് ഈ വർഷത്തെ ജൂബിലി വർഷത്തിൽ പറയുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ എന്നും സജീവമായിട്ട് ശക്തമായിട്ട് ഉണ്ടാവണം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രശ്നമല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം പ്രശ്നമായി കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. കോട്ടപ്പുറം ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കടലിന്റെ മക്കൾ കടൽ തീര പോലെയാണ്. സമരത്തിൽ ഇനി വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് ജോസഫ് കാരിക്കശ്ശേരി പിതാവ് പറഞ്ഞു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, KRLCC ജനറൽ സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ ജിജു അറക്കത്തറ, വരാപ്പുഴ അതിരൂപത പ്രതിനിധി ഫാദർ ഡെന്നി പെരിങ്ങാട്ട്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, കുടുംബി സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശ്യാം കുമാർ, KLCWA സംസ്ഥാന ജനറൽ സെക്രട്ടറി മെറ്റിൽഡ മൈക്കിൾ, KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ്, കടപ്പുറം വേളാങ്കണ്ണിമാതാ പള്ളി വികാരിയും ഭൂസംരക്ഷണ സമിതിയുടെ വക്താവുമായ ഫാദർ ആന്റണി സേവ്യർ തറയിൽ, മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ, സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും കൂടുതൽ ദിവസം സമരമിരുന്ന വർഗീസ് ഇട്ടിത്തറ, സമരത്തിന്റെ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത ഭിന്നശേഷിക്കാരനായ ഹരികൃഷ്ണൻ എന്നിവരെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആദരിച്ചു. അതേസമയം വഖഫ് മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയിരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മുഖ്യമന്ത്രിക്കാണ് 70 പേജുള്ള റിപ്പോർട്ട് കൈമാറിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന തർക്കത്തിൽ കോടതി വിധി എതിരായാലും അവിടെ താമസിക്കുന്നവരെ സർക്കാരിനെ സംരക്ഷിക്കാനാവുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മുനമ്പം ഭൂമി വെച്ചുമാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി പറഞ്ഞു. അതെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ബാംഗ്ലൂർ JPCയിൽ നമ്മൾ അപേക്ഷ വെച്ചിരുന്നു. അന്നും പറഞ്ഞിരുന്നു മുൻകാല പ്രാബല്യത്തിൽ വരികയാണ് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ അമെൻമെൻറ്റ് ബില്ലിൽ തന്നെ നേരിട്ട് ഏതെങ്കിലും വഴി നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഇത് പാസ്സായി വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരിക്കലും വരില്ലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം സെക്ഷൻ 40 ഇല്ലാതാക്കുമ്പോൾ സെക്ഷൻ 40 വെച്ചുകൊണ്ട് വഖഫ് ബോർഡ് പിടിച്ചെടുത്ത ഭൂമികൾ വിറ്റുപോയിരുന്നെങ്കിൽ അതെല്ലാം ഇനി വഖഫ് ആക്കുകയില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു രീതിയിൽ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷെ അത് പുതിയ വഖഫ് അമെൻമെൻറ്റ് ബില്ല് കണ്ടില്ല. ഇനി 2A വെച്ചുകൊണ്ട് പുതിയ റൂൾസ് ഉണ്ടാക്കി ഈ ബില്ല് റൂൾസ് 2 സഭകളിലും സമർപ്പിച്ച് പാസ്സായി വന്നതിന് ശേഷമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ 53 ദിവസങ്ങളായി. ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സഹായാവസ്ഥയാണ്. കാരണം പാവപ്പെട്ടവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പോൾ തന്നെ 232 ദിവസങ്ങളായി. ഇനി ഒരാഴ്ച 240 ദിവസം, 8 മാസങ്ങളായി. അപ്പോൾ ഇത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ വഖഫ് നിയമ ഭേദഗതിയായിട്ട് വന്നപ്പോൾ അതിൽ 2A വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുനമ്പത്തിനൊരു ശാശ്വത പരിഹാരം കൊണ്ടുവരുമെന്ന് നമ്മൾ വളരെയധികം കേട്ടു. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകൽ ഒഴിവാക്കാമോ? അതിൻ്റെ ഒരു നിയമവശങ്ങൾ എന്തൊക്കെയാണ്? 2A ഒരു ട്രസ്റ്റിന് കിട്ടിയ ഭൂമി വഖഫ് ആകുകയില്ലെന്ന് അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിലും നമ്മൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം അതല്ലാതെ നേരിട്ട് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യത്തിന് വരികയില്ല. അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇപ്പോൾ കോടതിയിൽ തന്നെ 2022 മുതൽ ഞങ്ങൾ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കണം. 3 വർഷങ്ങളായി നമ്മൾ അവിടെ എത്തിയില്ല. ഒരു വിധി വരുമ്പോൾ തന്നെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി വരുന്ന സമയത്ത് വഖഫ് ബോർഡ് കൊണ്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു. അപ്പോൾ നമുക്ക് വിധി പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ ജഡ്ജ് അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഇനി റൂൾസ് പാസ്സായെങ്കിൽ മാത്രമേ ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാരിന് ഇതൊരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന്?
2024 നവംബർ 28 നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടുമുട്ടി സംസാരിച്ചപ്പോഴും അന്ന് ഈ കമ്മീഷനോട് കൂടി നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് നമ്മൾ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകരുത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇല്ല, ഈ കമ്മീഷനോട് കൂടി ഞങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച് തരും. മാത്രമല്ല ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലും ഇവിടുത്തെ ആളുകളുടെ ഭൂമിയുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ, ഒരു വെച്ചുമാറലാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിലപാട്? തീർച്ചയായിട്ടും അതിന് നമ്മൾ സമ്മതിക്കുകയില്ല. കാരണം അതിന് സമ്മതിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു സമരത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ വഖഫ് മിനിസ്റ്ററിനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും ഇതുപോലൊരു സജഷനാണ്, നിർദ്ദേശമാണ് അവിടെ നൽകിയത്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യുകയില്ല. കാരണം ഇത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയൊരു ഭൂമിയാണ്, നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്, എല്ലാ ടൈറ്റിൽസും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു നിലയിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവുകയില്ല, അതിന് സമ്മതിക്കുകയില്ല. ദൈവമാതാവിന്റെ വിവിധ സ്ഥലങ്ങളിലും കാലങ്ങളിലുമുള്ള പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യവിരുന്നൊരുക്കി കുറവിലങ്ങാട് ഇടവക. ലോകചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചുള്ളതുമായ പ്രത്യക്ഷീകരണങ്ങൾക്ക് പ്രസിദ്ധമായ കുറവിലങ്ങാട് ഇതാദ്യമായാണ് ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവിഷ്കാരം നടത്തുന്നത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താ മറിയം തീർത്ഥാടന ദേവാലയത്തിലെ SMYM യൂണിറ്റാണ് വേറിട്ട മരിയ ഭക്തിയുടെ പ്രചാരകരായി മാറിയത്. ഇടവകയിലെ വണക്കമാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പ്രത്യക്ഷീകരണ ദൃശ്യങ്ങൾ ചേർത്തൊരുക്കിയ പരിപാടി നടത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ കാലങ്ങളിലുമായി പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിന്റെ അതേ രൂപങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് ദേവാലയത്തിൽ നിന്ന് നൂറുകണക്കിന് തീർത്ഥാടകരടക്കമുള്ളവർ മടങ്ങിയത്. ഇടവകയിലെ 28 വാർഡുകളിൽ നിന്നായി ഓരോ വാർഡുകളെയും പ്രതിനിധീകരിച്ച് ഓരോ മാതൃപ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. കേട്ടറിഞ്ഞ മരിയൻ പ്രത്യക്ഷീകരണങ്ങളെ നേരിൽ കണ്ട അനുഭവത്തിലും ഭക്തിയുടെ ആവേശത്തിലുമായിരുന്നു വിശ്വാസികളേറെയും. സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ആദ്യ പ്രത്യക്ഷീകരണമായ കുറുവിലങ്ങാട് മുത്തിയമ്മയുടെ വേഷവിധാനങ്ങളിലെത്തിയത് SMYM പ്രതിനിധിയായിരുന്നു. വേളാങ്കണ്ണി, വല്ലാർപാടം, കൊരട്ടി, ഗ്വഡലൂപ്പ, ഫാത്തിമ, ലൂർദ് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാവിന്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞവരും എത്തിയിരുന്നു. വ്യാകുല മാതാവ്, കർമ്മല മാതാവ്, നിത്യസഹായ മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവ് എന്നിങ്ങനെ വ്യത്യസ്ത വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന മാതാവിന്റെ വേഷവിധാനങ്ങളുമായുള്ളവരും പങ്കെടുത്തു. മാതാവിന്റെ വേഷധാരികളായി എത്തിയവരെല്ലാം ഇടവക ദേവാലയത്തിൽ നിന്ന് ജൂബിലി കപ്പേളയിലേക്ക് നടന്ന ജപമാല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മേനച്ചേരി, സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചിറ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നുംപുറത്ത്, ഫാദർ ആന്റണി വാഴക്കാലായിൽ, ഫാദർ ജോസഫ് ചൂരക്കൽ, ഫാദർ തോമസ് താന്നിമലയിൽ, പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസ് കോട്ടയിൽ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ കാർമ്മികരായി. SMYM ഡയറക്ടർ ഫാദർ ജോസഫ് ചൂരക്കൽ, ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അമൽ ജോ, ഭാരവാഹികളായ സെബാസ്റ്റ്യൻ പൊയ്യാനി, അമല ആൻഡ് ബെന്നി, എബിൻ സജി, നേഹ ലിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. SMYM കുറവിലങ്ങാട് യൂണിറ്റിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി വണക്കവാസ സമാപനത്തോടനുബന്ധിച്ച് മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ ദൃശ്യാവിഷ്കരണമാണ് നാം ഇവിടെ കാണുന്നത്. പാലാ രൂപതയിലെ മികച്ച യൂണിറ്റായ SMYM കുറവിലങ്ങാട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൗതുകവും ചിന്തയും നടത്തിയ വളരെ വലിയ ഒരു ദൃശ്യാവിഷ്കരണമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. വാർഡ് അടിസ്ഥാനത്തിലാണ് നാം ദൃശ്യാവിഷ്കരണം നടത്തിയത്. ഓരോ വാർഡ് യോഗ പ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും SMYM അംഗങ്ങളുടെ കൂട്ടായ പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും ഫലമാണ് നാം ഇന്നിവിടെ കാണുന്ന ദൃശ്യാവിഷ്കരണം. ഇതിൽ പങ്കെടുത്ത ഏവർക്കും ആർച്ച് പ്രീസ്റ്റ് വെരി റെവറൻഡ് ഡോക്ടർ തോമസ് മേനാച്ചേരി അച്ഛന്റെ നേതൃത്വത്തിൽ പ്രോത്സാഹന സമ്മാനം നൽകുകയും 1, 2, 3 സ്ഥാനങ്ങളിലെത്തിയ വിജയികളെ അനുമോദിക്കുകയും ചെയ്യും. സിക്കിമിലെ ചാത്തനിൽ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന 3 പേർ മരിച്ചു. 6 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായി. ഞായറാഴ്ച രാത്രി 7 മണിയോടെയുണ്ടായ കനത്ത മഴയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സിക്കിമിലെ ചാത്തനിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നിസ്സാര പരിക്കുകളോടെ 4 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ 6 പേരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ പരിശ്രമിക്കുകയാണെന്ന് പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിക്കിമിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 1000-ലധികം വിനോദസഞ്ചാരികൾ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒഡീഷയിലെ സംബൽപൂരിൽ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിനിരയായ വൈദികരെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മഞ്ഞുമ്മലിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫാദർ ലീനസ് പുത്തൻവീട്ടിൽ, ഫാദർ സിൽവിൻ കളത്തിൽ എന്നിവരെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാജ്യവ്യാപകമായി നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചു. ഒഡീഷയിലുണ്ടായ ആക്രമണം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വൈദികർ വെളിപ്പെടുത്തിയത്.
സാധനങ്ങൾ കൊള്ളയടിച്ച സംഘം 90 വയസ്സുള്ള വൈദികനെ പോലും ക്രൂരമായി ആക്രമിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മധ്യപ്രദേശിലും ഒഡീഷയിലും അഹമ്മദാബാദിലും ഛത്തീസ്ഗഡിലും വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. എല്ലാ ദിവസവും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ജബൽപൂർ ബിഷപ്പ് പറഞ്ഞത്. പരാതി നൽകിയാലും ഒന്നും ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രതിരോധം തീർക്കുന്നതിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 23-ന് പുലർച്ചെ 3-നുണ്ടായ ആക്രമണത്തിൽ 12 പേരടങ്ങുന്ന സംഘം കൊലവിളി നടത്തിയാണ് മടങ്ങിയത്. മിഷൻ പ്രവർത്തനമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ഇനി കാണരുതെന്നും സ്ഥലം വിട്ടേക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും വരും, കൊന്നുകളയുമെന്നെല്ലാമായിരുന്നു ഭീഷണിയെന്നാണ് ഫാദർ ലീനസ് പറഞ്ഞത്. സംബൽപൂർ മേജർ സെമിനാരിയിലെ സ്പിരിച്വൽ ഡയറക്ടറായി ഫാദർ ലീനസ് സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് ആക്രമണം നടന്നത്. ഒരു പതിറ്റാണ്ടിലധികമായി ഒഡീഷയിൽ മിഷൻ രംഗത്തുള്ള ഫാദർ ലീനസ് തന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി പ്രതിവർഷം 25 ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. 90-ാം വയസ്സിലും മിഷണറിയായി ജീവിക്കാനുള്ള തീക്ഷ്ണമായ ആഭിമുഖ്യമുള്ള ഫാദർ ലീനസ് അടുത്തയാഴ്ച തന്നെ ഒഡീഷയിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമാക്കി. തന്റെ മിഷൻ അവിടെയാണെന്നും വർഗീയവാദികൾ ഇല്ലാതാക്കും വരെ തനിക്ക് മിഷണറിയായി ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളെ കെട്ടിയിട്ട അക്രമികൾ മടങ്ങി 1 മണിക്കൂറിന് ശേഷം സമീപത്ത് താമസിച്ചിരുന്ന പൂജാരിയാണ് വന്ന് രക്ഷപ്പെടുത്തിയതെന്ന് വൈദികർ വെളിപ്പെടുത്തി. നാളുകളായി ഒഡീഷയിലെ പലയിടത്തും സമാനമായ അതിക്രമങ്ങൾ നടന്നു. പലർക്കും നാടിവിടേണ്ടി വന്നു. ഭയപ്പെടുത്തി മിഷണറിമാരെ ദൗത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് വർഗീയവാദികൾ നടത്തുന്നതെന്നും വൈദികർ പറയുന്നു. കൊച്ചി കുമ്പളങ്ങി സ്വദേശിയാണ് ഫാദർ ലീനസ്. ഫാദർ സിൽവിൻ ഗോതുരുത്ത് ഇടവകാംഗമാണ്. ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് റഷ്യയ്ക്ക് സമാധാന ഉടമ്പടി മെമ്മോറാണ്ടം അയച്ച യുക്രൈൻ. സമാധാന കരാറിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ കരട് മെമ്മോറാണ്ടം റഷ്യയ്ക്ക് ലഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈന്റെ മെമ്മോറാണ്ടം ലഭിച്ചതായി പുടിന്റെ സഹായിയായ വ്ളാഡിമിർ മെഡിൻസ്കി സ്ഥിരീകരിച്ചു. സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള യുക്രൈന്റെ മെമ്മോറാണ്ടം റഷ്യൻ പ്രതിനിധി സംഘത്തിന് ലഭിച്ചുവെന്നാണ് മെഡിൻസ്കി പറഞ്ഞത്. യുക്രൈന്റെ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഇന്നാണ് ഇസ്താംബൂളിലെ സിറഗൻ കൊട്ടാരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുക. യുക്രൈന്റെ മെമ്മോറാണ്ടത്തിന് മറുപടിയായി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ മെമ്മോറാണ്ടം റഷ്യയും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് യുക്രൈൻ പ്രതിനിധി സംഘത്തിന് നൽകുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്താൻ തയ്യാറാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആദ്യത്തെ റഷ്യ യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോൺ സംഭാഷണത്തിലാണ് കരാറിന് അന്തിമ രൂപമുണ്ടായത്. രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. മെമ്മോറാണ്ടം കൈമാറ്റമാണ് ഈ ചർച്ചയിൽ പ്രധാന വിഷയം. സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ ശേഷിക്കെ യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. യുക്രൈനിന്റെ വ്യോമാക്രമണത്തിൽ 40ഓളം യുദ്ധവിമാനങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ റഷ്യ സ്ഥിരീകരിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ തടികൊണ്ട് നിർമ്മിച്ച ഷെഡുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചുവെച്ചത്. ട്രക്കുകളിൽ അവ റഷ്യൻ വ്യോമതാവളങ്ങളുടെ സമീപം കൊണ്ടുപോയി. തുടർന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. റഷ്യ മിസൈലാക്രമണം നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് യുക്രൈന്റെ പ്രത്യാക്രമണം. യുക്രൈനിയൻ നഗരങ്ങളിൽ 367 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കീവ്, ഖാർക്കീവ്, മൈക്കൊലൈവ് തുടങ്ങിയ നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായത്. ഒരേസമയം റഷ്യയുടെ 5 കേന്ദ്രങ്ങളിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. സൈബീരിയയിലെ സൈനിക താവളത്തിന് നേരെയും യുക്രൈൻ ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. ഒലൈന, ബെലായ വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ആദ്യമായാണ് യുക്രൈൻ സൈബീരിയയിൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടുണ്ട്.